വീഡിയോയിൽ ഇന്നുണ്ടല്ലോ 2 ഇലയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ വാഴയില കൊണ്ട് ഒരു ടെക്നിക്കുണ്ട്. ഇന്ന് ചായക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏത്തയ്ക്കാപ്പം കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ സൂപ്പർ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. എണ്ണയ്ക്ക് വില കൂടുതലും ഏത്തയ്ക്കയ്ക്ക് വില കുറവുമാണ്. അപ്പോഴാണ് ഒരു പുതിയ വഴി എയർ ഫ്രയറിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. അപ്പോൾ എയർ ഫ്രയറിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ എളുപ്പം അതിൻ്റെ ബാസ്ക്കറ്റിലോട്ട് ഇതുപോലൊരു വാഴയില പ്രീ ഹീറ്റഡ് ആയിട്ട് ഇത് ഇറക്കി വെക്കണം. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഈ സോസൊന്നും ആ ബാസ്ക്കറ്റിന് താഴോട്ട് പോവുകയില്ല. ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ആ സോസ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, കാരണം അധികം നീണ്ടു പോകരുത്. അതുപോലെ തന്നെ പഞ്ചസാരയില്ല, അതിന് പകരം ശർക്കരയാണ്. എല്ലാം ആരോഗ്യപ്രദമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എള്ളെന്ന് ഞാൻ പറയും, പക്ഷേ എള്ളല്ല ഞാൻ ഇടുന്നത്, വേറൊരു പ്രത്യേക സാധനമാണ്. അത് ഇച്ചിരി കൂടെ ഹെൽത്തിയാണ്. അത് കരിഞ്ജീരകം ഇട്ടുണ്ടാക്കാമെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. മഞ്ഞ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാലത്തിനൊത്ത് വേണമല്ലോ നമ്മൾ ഓരോന്നും ചെയ്യാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഏത്തപ്പഴത്തിന് തീരെ വിലക്കുറവ്, വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില. അപ്പോൾ ഉണ്ട് ഏത്തപ്പഴപ്പൊരി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ഏത്തയ്ക്ക എടുത്ത് 6 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതങ്ങ് എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എയർ ഫ്രയറിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു ഇലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 6 പീസ് ചെയ്ത ഏത്തപ്പഴത്തിന് ഉണ്ടാക്കാനുള്ള സോസാണ് ഇത്രയും മൈദ, 2 സ്പൂൺ മൈദ, സ്വല്പം അരിപ്പൊടി, സ്വല്പം ഉപ്പ്, എള്ള്, ജീരകം, ശർക്കര, പഞ്ചസാര അങ്ങ് ഒഴിവാക്കി വെളുത്ത ശർക്കര. പിന്നെ ഇതിനെ കോട്ട് ചെയ്യാൻ വേണ്ടി കോക്കനട്ട്, ഇത് സ്വല്പം മൈക്രോവേവിനകത്ത് വെച്ച് സ്വല്പം ഒന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ചതാണ്. ഇതിലാണ് ഇത് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എയർ ഫ്രയർ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഇത് ഇച്ചിരി തിക്കായിട്ട് വേണം. കളർ കിട്ടാൻ വേണ്ടി സ്വല്പം മഞ്ഞൾ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോസിനകത്ത് മുക്കി ഓരോന്നും ഷ്രെഡഡ് കോക്കനട്ടിനകത്ത് നല്ലപോലെ പുരട്ടി എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കുന്നു. ഏത്തയ്ക്കയുടെ കഷ്ണം മുഴുവനും അതിൻ്റെ സോസിനകത്ത് അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ മാവിനകത്ത് മുക്കി അത് തേങ്ങ ചുരുകിയിട്ടിരുന്നതിനകത്ത് എള്ളും ചേർത്ത് മുക്കി എടുത്ത് വെച്ച് കഴിഞ്ഞു. വൺ എയ്റ്റി ഡിഗ്രീസിൽ ഒരു 8 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റോസ്റ്റ് ചെയ്യാം. പാതി വെന്ത് കഴിഞ്ഞു. ഇത് തുറന്ന് ഒരു സ്വല്പം എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതിലൊന്ന് സ്വല്പം പുരട്ടുന്നത് നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് മറിച്ചിടാം. നെയ്യ് പുരട്ടി അല്ലെങ്കിൽ എണ്ണ പുരട്ടിയിട്ട് വീണ്ടും അത് അതിൻ്റെ സോക്കറ്റിലോട്ട് എടുത്തു വെക്കാം. ഇനി 2 മിനിറ്റ് സമയം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബനാന ഫ്രൈ എടുക്കാവുന്നതാണ്. ബനാന ഫ്രൈ റെഡിയായി കഴിഞ്ഞു. മെഷീൻ ഓഫായി. നമുക്കിതെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഓയിൽലെസ് ഏത്തയ്ക്ക പൊരിച്ചത് അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇലയ്ക്കകത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലോട്ട് ഒരു സ്വല്പം പോലും ഈ പാത്രത്തിൽ വീണിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇല വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. കേട്ടോ, കിലുകിലാന്നിരിക്കുന്നത് നല്ല ക്രിസ്പിയാണ്. ശകലം പോലെ എണ്ണയില്ല, നല്ല ടേസ്റ്റിയാണ്. ഓയിൽലെസ് എയർ ഫ്രൈ ബനാന
അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം റെഡി.